ഹായ് കൂട്ടുകാരെ, ഇന്ന് LP കുട്ടികൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചാന്ദ്രദിന പതിപ്പാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഉള്ളടക്കം, ആമുഖം, ചാന്ദ്രദിനം, പ്രസക്തി, ചന്ദ്രനെ അറിയാം, ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങൾ, ചാന്ദ്രദിന ക്വിസ്, കടങ്കഥകൾ, കവിത. ആമുഖം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20-നാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21-ന് ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ എന്ന നേട്ടം സ്വന്തമാക്കി. ചാന്ദ്രദിനം, പ്രസക്തി. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യൻ്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ചന്ദ്രനെ അറിയാം. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ശരാശരി 3,84,403 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിക്ക് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് 27.3 ദിവസങ്ങൾ വേണം. 3,474 കിലോമീറ്ററാണ് ചന്ദ്രൻ്റെ വ്യാസം. ദൂരദർശിനിയുടെ കണ്ടുപിടുത്തമാണ് ചാന്ദ്രയാത്രയ്ക്ക് പ്രചോദനമായത്. ഒത്തിരി ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിലാണ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയത്. ചാന്ദ്രയാത്രയ്ക്ക് അമേരിക്കയുടെ ശൂന്യാകാശ ഗവേഷണ കേന്ദ്രമായ നാസ നടത്തിയ തയ്യാറെടുപ്പുകൾ അപ്പോളോ ദൗത്യങ്ങൾ എന്നറിയപ്പെട്ടു. ഇതിൽ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ ബഹിരാകാശ ദൗത്യമായിരുന്നു അപ്പോളോ 11. 1969 ജൂലൈ 20-ന് ഈഗിൾ എന്ന ചാന്ദ്രപേടകം ചന്ദ്രോപരിതലത്തിലെത്തി. ജൂലൈ 21-ന് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തി. രണ്ടാമതായി ആൾഡ്രിനും. പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് അവർ ഇറങ്ങിയത്. അവർ അവിടെ നിന്നും ചാന്ദ്രവസ്തുക്കൾ ശേഖരിച്ചു. പേടകം നിയന്ത്രിച്ചത് മൈക്കൽ കോളിൻസ് ആയിരുന്നു. ജൂലൈ 24-ന് മൂവരും ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങൾ. ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിരുന്നു ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രവാഹനം എന്നാണ്. 2008 ഒക്ടോബർ 22-ന് ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. നവംബർ 8-ന് അത് ഭ്രമണപഥത്തിലെത്തി. ചന്ദ്രനിലെ ജലതന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ് ചാന്ദ്രയാൻ 1-ൻ്റെ വലിയ നേട്ടം. ചാന്ദ്ര പര്യവേഷണത്തിൻ്റെ രണ്ടാം ഘട്ടമായ ചന്ദ്രയാൻ 2 2019 ജൂലൈ 22-ന് വിജയകരമായി വിക്ഷേപിച്ചു. സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ സെപ്റ്റംബർ 7-ന് വിക്രം ലാൻഡറുമായുള്ള ബന്ധം ചാന്ദ്രയാൻ 2-ൻ്റെ പ്രധാന ഭാഗമായ ഓർബിറ്ററിന് നഷ്ടപ്പെട്ടു. അതിനുശേഷമുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമാണ് ചാന്ദ്രയാൻ 3. 2023 ജൂലൈ 14-ന് വിജയകരമായി വിക്ഷേപിക്കുകയും 2023 ഓഗസ്റ്റ് 23-ന് വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു. ഇതോടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. ചാന്ദ്രദിന ക്വിസ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം, സെലനോളജി. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ്. ചന്ദ്രനിൽ ആദ്യമായി പതാക ഉയർത്തിയ രാജ്യം അമേരിക്ക. ഇന്ത്യയുടെ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന് 2023 ജൂലൈ 14. ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ മനുഷ്യൻ നീൽ ആംസ്ട്രോങ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ. കടങ്കഥകൾ. അട്ടത്തുള്ളൊരു കൊട്ടത്തേങ്ങ തൂക്കിപ്പിടിക്കാൻ ഞെട്ടില്ല ചന്ദ്രൻ. വെള്ളമില്ല ആഴക്കടലിൽ ആളില്ലാ തോണി ചന്ദ്രൻ. ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. നക്ഷത്രങ്ങൾ. വാനിൽ മേലുണ്ടൊരു വട്ടയപ്പം ഇരുട്ടത്ത് വെട്ടിത്തിളങ്ങും ചന്ദ്രൻ. ആറ്റിലൂടെ ഒരു വെള്ളിക്കിണ്ണം ഒലിച്ചു പോകുന്നു ചന്ദ്രൻ. കവിത. ആകാശത്തിൽ ഒളിച്ചിരിക്കും അമ്പിളിയമ്മാവാ, ഒറ്റയ്ക്കങ്ങനെ ഒളിച്ചിരുന്നാൽ നിനക്ക് വിശക്കൂലേ. ആറ്റിലൂടെ നീന്തി നടക്കും അമ്പിളിയമ്മാവാ, നീന്തിക്കുളിക്കാൻ എന്നോടൊപ്പം കൂട്ടിന് വരുമോ നീ.